അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഈട്രൂട്ടിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണ്. സോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഇത് കണ്ടോ, 2 തവണ യൂസ് ചെയ്യുമ്പോഴേക്കും ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് തന്നെയാണ് നമ്മളെല്ലാവരും നേരിടുന്ന പ്രശ്നം. മെയിനായിട്ടും ബ്രെഡ് ക്രംസ് കൊണ്ടുള്ള സ്നാക്കോ അതുപോലെ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഇതുപോലെ ഓയിൽ മോശമായി പോകുന്നത്. അപ്പോൾ ചിലരെന്ത് ചെയ്യും, ഈ ഓയിൽ അപ്പാടെ കളയും. മറ്റു ചിലരാണെങ്കിൽ മാക്സിമം അരിച്ചെടുത്ത് യൂസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇനി ആരും ഇതുപോലുള്ള എണ്ണ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പല റെസ്റ്റോറൻറ്റുകളിലും ഇങ്ങനെയുള്ള എണ്ണ ക്ലീൻ ചെയ്യാൻ വേണ്ടി അവരൊരു ട്രിക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ഓയിൽ ക്ലീൻ ചെയ്യാനായി നമുക്ക് കോൺഫ്ലോർ ആണ് ആവശ്യമുള്ളത്. ഇത് മിക്കവാറും എല്ലാ വീടുകളിലും കാണും, ഇല്ലെങ്കിൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും തുച്ഛമായ വിലക്ക് ലഭിക്കുന്നതാണ്. ഇനി ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ചൂടാക്കിയെടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലാക്കി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ട് 3 മിനിറ്റ് ഇതുപോലെ തിളപ്പിക്കുക. അപ്പോഴേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്ത കോൺഫ്ലോർ അതിലുള്ള എല്ലാ പൊടികളും വലിച്ചെടുക്കുന്നത് കാണാം. ഇപ്പോൾ ഇതിലുണ്ടായിരുന്ന പൊടികളൊക്കെ കോൺഫ്ലോറിലേക്ക് ചേർന്ന് മാക്സിമം നമ്മുടെ എണ്ണ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള കോൺഫ്ലോർ കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് മാജിക്ക് കാണാം, നമ്മുടെ എണ്ണ കംപ്ലീറ്റ് നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഒരുപാട് എണ്ണയും പൊടികളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് ക്ലീനായെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമതും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. അപ്പോഴേക്കും ഇതുപോലെ എണ്ണ വളരെ ക്ലീനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിച്ചതിന് ശേഷമുള്ള എണ്ണ കണ്ടില്ലേ, വളരെ വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും സലാം, ബൈ ബൈ.